അങ്ങനെ ഈ വർഷത്തെ സ്കൂൾ ഹോളിഡേയ്സിൻ്റെ സമയത്ത് സിനോജൊക്കെ തന്നെ ബ്രിസ്ബനിലോട്ട് വന്നു ഞങ്ങളുടെ അടുത്തോട്ട്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇങ്ങനെ പോകുന്ന യാത്രകൾക്കിടയിൽ സ്റ്റാഡ്ബ്രോക്ക് ഐലൻഡിൽ പോയൊരു യാത്ര കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത്. Cheese! Everybody say cheese! Cheese. Chiku ചോദിക്കടാ. Chico cheese! ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. തിരക്കായിരിക്കുമല്ലോ. വേറെണ്ണം പോകുന്നുണ്ടോ അല്ലേ? അപ്പോൾ ഈ ഫെറിയയിൽ നമ്മുടെ കാറ് കയറ്റിക്കൊണ്ട് നമ്മൾ പോവുക ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോകേണ്ട ഒരു ഫെറിയാണ്. സ്കൂൾ ഹോളിഡേയ്സൊക്കെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ വണ്ടികളും എല്ലാം ഫെറിയെ കയറാനുണ്ട്. ഇത് ആൾക്കാരൊക്കെ താമസിക്കുന്ന നല്ല അടിപൊളി ഒരു ദ്വീപാണ് നോർത്ത് സ്റ്റാഡ്ബ്രോക്ക് ഐലൻഡ്. അപ്പോൾ സീലിംഗ് ഫെറിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എല്ലാം നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. $308 നമ്മൾ പോയി തിരിച്ചു വരാനുള്ള നമ്മുടെ വണ്ടിയും കൊണ്ട് നമ്മൾ പോയി തിരിച്ചു വരാനുള്ള ഫീസ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഇവിടെ നമുക്കൊരു ചെറിയ ബോർഡിംഗ് പാസ് പോലെ ഒരു പാസ് തരും. അതൊക്കെ ആയിട്ട് വന്ന് നമ്മളിവിടെ ഇങ്ങനെ 3 ലൈനുണ്ട്. ആ ലൈനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക. അത് ഓരോ വണ്ടിയുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ്. ഇവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. പുള്ളി നമ്മുടെ നിന്ന് ഈ ബോർഡിംഗ് പാസ് മേടിച്ചിട്ട് നമ്മളോട് പറയും ഇന്ന ലൈനിലോട്ട് പോയി കയറിക്കോളാൻ പറയും. ആ ഫെറിക്കകത്ത് തന്നെ എനിക്കൊന്ന് 3-4 ലൈനിലാണ് വണ്ടി ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പം ബസ്സും കാര്യങ്ങളും എല്ലാം കൂടുതൽ ക്ലിയറൻസ് ഉള്ള നടുഭാഗത്താണ് ബസ്സെല്ലാം പോയി നിൽക്കുന്നത്. ഇപ്പം അതുകൊണ്ട് ഇതിനകത്തൊരു ബസ്സും ഉണ്ട് കേട്ടോ. ബസ് നിർത്തിയിരിക്കുന്നുണ്ടോ. അപ്പം എന്നിട്ട് അതിൻ്റെ 2 സൈഡിലും ഈ പറഞ്ഞ ക്ലോസ്ഡ് ആയിട്ടുള്ള മുകളിൽ റൂഫുള്ള ഇതിനകത്താണ് നമ്മൾ 2 ലൈനുണ്ട്. അതിലൊരു ലൈനിലാണ് നമ്മൾ പോയി നിൽക്കുന്നത് കേട്ടോ. നമുക്ക് ഏറ്റവും ഇങ്ങനെ അടുത്ത വശത്തെ ലൈനിലോട്ട് വരാനാണ് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ അതിനകത്ത് ഒരാൾ നിൽപ്പുണ്ട്, ഒരു സ്റ്റാഫുണ്ട്. പുള്ളി നമ്മളെ വണ്ടി കൃത്യമായിട്ട് പാർക്ക് ചെയ്യാനൊക്കെ നമുക്ക് പറഞ്ഞു തരും എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടതെന്നാണ് നോക്കി നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് തരുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് കയറി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടി ഓഫ് ചെയ്തിട്ട് നമുക്ക് വണ്ടിക്കകത്തിരിക്കുമോ ഈ ഫെറിയുടെ മുകളിലത്തെ നിലയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കുമോ ബിയർ കുടിക്കുമോ എന്നാ വേണേൽ ചെയ്യാം. വണ്ടി ഓടിക്കാത്തവരാണെങ്കിൽ കേട്ടോ. നമ്മളിത് കഴിഞ്ഞ് ഐലൻഡിൽ ചെന്ന് കഴിയുമ്പം നമുക്കവിടെ റോഡുണ്ട് കേട്ടോ ഇഷ്ടംപോലെ. 4 വീൽ ഡ്രൈവ് ആയിരിക്കണമെന്നില്ല. 4 വീൽ ഡ്രൈവ് ട്രാക്കുകൾ ഒത്തിരി ഉണ്ട്. അതുകൂടാതെ സാധാരണ വണ്ടി പോകുന്ന ടാർ ചെയ്ത റോഡുകൾ ഇഷ്ടംപോലെയുണ്ട്. അങ്ങനെ നമ്മൾ ഫെറി എടുത്തു. അവിടെ വേറൊരു ഫെറി കിടക്കുന്നുണ്ട്. ഏകദേശം ഇതേ സിമിലർ കമ്പനിയുടെ ഫെറി തന്നെയാണ്. ഇതിലേക്കൂടി ഇപ്പോൾ നമ്മളിങ്ങനെ കയറി വന്നു ഈ റാമ്പേ കൂടെ. ആൾക്കാരെല്ലാം പയ്യെ മുകളിലോട്ട് റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്നുണ്ട്. ഇതാ നമ്മൾ വന്ന ക്ലീവ്ലൻഡ്. അതുപോലെ ഏകദേശം 45 മിനിറ്റ് എടുക്കും കേട്ടോ നോക്കും കൊണ്ടില്ല. ഞങ്ങൾ വന്നപ്പോൾ ഹൈ ടൈഡായിരുന്നു. ഇപ്പോൾ നമ്മുടെ വണ്ടി ഫെറി എടുത്തപ്പം ഇവിടെ ഹൈ ടൈഡായിരുന്നു. അതുകൊണ്ട് നല്ലപോലെ വെള്ളമുണ്ട്, നല്ല കാറ്റുമുണ്ട്. ഞാൻ വന്നപാടെ ഓടി ഏറ്റവും മുകളിലോട്ട് വന്നു. അപ്പം ഇത് 3ാമത്തെ നിലയിലാണ്. ഈ ബോട്ടിൻ്റെ നമ്മൾ നോക്കുമ്പോഴാണെങ്കിൽ 3ാമത്തെ നിലയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നല്ല സൂപ്പർ കാഴ്ചയാണ്, നല്ല ഓപ്പണായിട്ടുള്ള സൂപ്പർ കാഴ്ച. അതുകൊണ്ട് അവിടെ നിന്ന് നമ്മളിങ്ങനെ വന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ കെട്ടിടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മെയിൻലാൻഡാണ്. ഇതാണ് നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ആളിരിക്കുന്ന സ്ഥലം കേട്ടോ. പുള്ളിക്ക് നല്ല ക്ലിയർ വ്യൂ. അതുകൊണ്ട് അവിടെ നോക്കി അവിടെ ഒത്തിരി എന്നാ പറയുന്നത് ആഴമില്ലാത്ത സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ഈ ബോട്ടിന് പോകാനായിട്ട് അതിനൊരു ചാലുണ്ടാക്കിയിട്ടുണ്ട്. അത് ആ പറഞ്ഞ പോലെ അവിടെ ഓരോ ബോൾ പൊങ്ങി നിൽക്കുന്നുണ്ടോ വെള്ളത്തിനകത്ത്. അതിനിടയ്ക്കൂടെയാണ് പോകുന്നത്. അല്ലാത്തടത്തൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആഴം കുറവായിരിക്കും. എന്നതിനും പയ്യെ ആൾക്കാരെല്ലാം വന്നു കേട്ടോ. പിന്നെ ഇവരൊക്കെ ഇവിടെ ഇരുന്ന് കാഴ്ച കാണട്ടെ. നല്ല കാറ്റ് വരുന്നു. അതുകൊണ്ട് ഞാനും പയ്യെ ഒന്ന് താഴോട്ട് പോയി ഇതിനകത്ത് ഈ റെസ്റ്റോറൻറ്റൊക്കെ ഒന്ന് പോയി കാണട്ടെ. നോക്കി നല്ല രസമല്ലേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ. പക്ഷേ പടികൾക്കൊന്നും ഒത്തിരി പൊക്കമില്ലാത്തതുകൊണ്ട് നല്ല കാറ്റുള്ളതുകൊണ്ടും അത്ര ഈസി ആയിട്ട് അങ്ങ് ഇറങ്ങിപ്പോകാൻ പറ്റുമല്ലോ കൈ ക്യാമറയും പിടിച്ചുകൊണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ പയ്യെ ഇച്ചിരി സ്ലോയിലാണ് അങ്ങ് ഇറങ്ങിപ്പോകുന്നത്. ഇത് ഇവിടെയാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റും ബാറും ഒക്കെ ഉള്ളത്. അതും കഴിഞ്ഞ് ഞാൻ അതിൻ്റെ മുൻവശത്തൊരിതുണ്ട്. അങ്ങോട്ടൊന്ന് പോകുന്നു കേട്ടോ. സിനോജും സീലിയായും എല്ലാം അവർ അകത്ത് പോയി ആ റെസ്റ്റോറൻറ്റിനകത്ത് പോയിരുന്നു. അപ്പോൾ ഞാൻ പയ്യെ ഇത് ഇവിടെ ഒന്ന് കാണാനുള്ള ഇതിൻ്റെ മുൻവശത്തുള്ള പുറകുവശത്തുള്ള ഈ കാഴ്ച ഒന്ന് കാണാമല്ലോ എന്ന് ഓർത്ത് ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. അതുകൊണ്ട് വണ്ടികൾ ഇഷ്ടംപോലെ ഇടയുണ്ട്. എന്നാ പറയുന്നത് നിറച്ചൊന്നുമല്ല, ഫുള്ളൊന്നുമല്ല. അതുകൊണ്ട് അവരാണ്ട് ഇറങ്ങി വരുന്നുണ്ട് മുകളിൽ നിന്ന്. അതുകൊണ്ട് ജോഷുവ ഇറങ്ങി വരും. പിന്നെ ഈ പറഞ്ഞ പോലെ കാറ്റും ഇത്രയൊക്കെ ഉണ്ടെങ്കിലും പേടിയൊന്നുമില്ല കേട്ടോ. പയ്യെ പിടിച്ചിറങ്ങി വരാൻ നോക്കിയേ. പുള്ളിനെ നല്ലപോലെ കാറ്റ് പിടിക്കുന്നുണ്ട്.
അതുപോലെ ഇതതിൻ്റെ അങ്ങേ വശത്തോട്ടുള്ള നമ്മുടെ വണ്ടി ഇതാണ്ട് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതിന് പുറകിൽ ഒരു വണ്ടി കൂടി ഉണ്ട്. ഒരു ഇങ്ങനെ ഇറങ്ങി വരിക. മുകളിലത്തെ കാഴ്ചയൊക്കെ ഉണ്ട്. നല്ല കാറ്റായിരുന്നു, നല്ല വെയിലും ഉണ്ടായിരുന്നു. എന്തായാലും നല്ല രസമാണ് കേട്ടോ അതിന് മുകളിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും. അതുപോലെ ഇതിനകത്ത് ടോയ്ലറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു വലിയ ഫെറി, അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഫെറിയാണ്. ഞാൻ തന്നെ ഇതിൻ്റെ ഈ ഫെറിയുടെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്ന് കാണാമല്ലോ എന്നോർത്ത് പോയി ഒന്ന് മുന്നോട്ട് നടന്നതാണ്. ഇവിടെ ആ ബസ് പാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കി. അപ്പോൾ ഒത്തിരി പൊക്കമുള്ള വണ്ടികൾക്ക്, ട്രക്ക്, ബസ്സിനൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഈ നടുക്ക് ആണ് സ്ഥലമുള്ളത്. ഇവിടെ 1-2 ആൾക്കാരുണ്ട് ഈ കാഴ്ച കാണാനായിട്ട്. മുമ്പിൽ നിന്നും പുറകിൽ നിന്നും നമുക്ക് വണ്ടി ഇറക്കാം. ഇപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത് നേരെ അങ്ങോട്ട് ചെന്ന് പാർക്ക് ചെയ്യും. അപ്പം നമുക്ക് വണ്ടി നേരെ ഫ്രണ്ടിലോട്ട് ഇറക്കാം. റിവേഴ്സ് ഇറക്കേണ്ട കാര്യമില്ല. വേണ്ടേ, ഇതാണ് ഫെറിയുടെ ഏറ്റവും മുൻവശത്ത് എന്നുള്ള പൊങ്ങി ആ ചെറിയ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള കാഴ്ച. വേണ്ട, അങ്ങേ വശത്തൂടെ വേറൊരു സീലിങ്ങിൻ്റെ തന്നെ വേറൊരു ഫെറി പോകുന്നുണ്ട്. പക്ഷേ ആ ഫെറിയുടെ വേറൊരു പ്രത്യേകത ഉണ്ട്. അതായത് വണ്ടികളെല്ലാം നേരെ മുന്നോട്ട് പോകുമ്പോൾ വണ്ടിയെല്ലാം ഓപ്പോസിറ്റായിട്ടല്ല പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഫെറി അവിടെ ചെല്ലുമ്പം അത് യൂട്ടേൺ എടുത്ത് തിരിഞ്ഞ് നിൽക്കും. അപ്പം വണ്ടികൾക്ക് നേരെ ഫ്രണ്ടിലോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റും. അതിന് ഈ പറഞ്ഞ പോലെ 3 നിലയുണ്ട്. നമുക്കതിൻ്റെ ഏറ്റവും മുകളിലത്തെ പ്ലാറ്റ്ഫോമിലും കയറി ചെല്ലാം. നല്ല രസമുള്ളൊരു ഫെറിയാണ് നോക്കി. ഇതാണ് ഫെറി, ഞങ്ങൾ കയറിയ ടൈപ്പുള്ളൊരു ഫെറിയാണ്. ഇതുകൊണ്ട് ഞങ്ങൾ പോയി അകത്ത് കയറി. ഇതാ അതിനകത്തെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും കേട്ടോ. ഇതുകൊണ്ട് ഇവിടെ ഗ്ലാസ് വിൻഡോയും കാര്യങ്ങളാണ് നോക്കി. 2 വലിയ ഗ്ലാസ്സാണ് ഇതായിട്ട് വന്നിരിക്കുന്നത്, ഇതിൻ്റെ ഭിത്തിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നോക്കിയാൽ നല്ല കാഴ്ചയാണ്, നല്ല രസമാണ്. ആൾക്കാരെല്ലാം വന്ന് ഇവിടെ ഇരുന്ന് ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. ഇവിടെ ഇതിനകത്ത് ബിയറും കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ വേണമെങ്കിൽ. അതുപോലെ കേക്കും സാൻഡ്വിച്ചും അങ്ങനെ സ്നാക്കും പലതരത്തിലുള്ള ആൽക്കഹോളിക്കും അല്ല നോൺ ആൽക്കഹോളിക്കുമായിട്ടുള്ള ഡ്രിങ്ക്സ് എല്ലാം മേടിക്കാൻ കിട്ടും. അപ്പോൾ കയറിയിരിക്കുന്നതിനൊന്നും പൈസയൊന്നും കൊടുക്കണ്ട. നമുക്ക് ഇതെല്ലാം നമ്മുടെ ഇതിൻ്റെ ഭാഗമായിട്ട് 2 വലിയ ടി വിയും വെച്ചിട്ടുണ്ട്. ആൾക്കാരിരുന്ന് ന്യൂസൊക്കെ കാണുന്നുണ്ട്. നോക്കി, ഇതാണ് അതിൻ്റെ അകം. ഒത്തിരി പൊക്കമൊന്നുമില്ല. ഐ മീൻ ഒരു 7 അടി പൊക്കമുള്ള ആൾക്കും തലമുട്ടാൻ നിൽക്കാം. എന്നാലും ഒരു സീലിങ്ങിന് ഒത്തിരി പൊക്കമൊന്നുമില്ല. ഇതിനകത്ത് ടോയ്ലറ്റും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ എൻ്റെ വട്ടം കറങ്ങുന്ന ചെയറിൻ്റെ പ്രത്യേകത ഉണ്ടോ, അതിങ്ങനെ നമുക്ക് വട്ടം കറങ്ങാം ചെയറായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ വേണ്ട കാഴ്ചകൾ കാണുകയും ചെയ്യാം, ഇതിനകത്തെ ഭംഗി ആസ്വദിക്കാം. പിള്ളേരെല്ലാം തന്നെ ഇവിടെ കളിച്ചുകൊണ്ടിരിപ്പുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ജോഷുവാണ് തൊപ്പിയൊക്കെ വെച്ച് തണ്ട കണ്ണാടിയൊക്കെ വെച്ച് നല്ല ഗ്ലാമറായിട്ടായിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഇത് ഞാൻ പറഞ്ഞ അതിനകത്തെ ചെറിയൊരു ബാറും റെസ്റ്റോറൻറ്റോട് കൂടി സംഭവം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ നേണ്ട തിരിച്ച് പിന്നെ ഇവിടെ വന്നപ്പോൾ നേണ്ട ഉമ്മാരെല്ലാം നേണ്ട ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ബോട്ടിനകത്തുനിന്ന് പുറത്തോട്ടുള്ള കാഴ്ച കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം 45 മിനിറ്റ് യാത്രാസമയമുണ്ട് നമുക്ക്. ബോട്ട് വലിയ സ്പീഡിലൊന്നും അല്ല പോകുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഐലൻഡ് ക്ലീവ്ലൻഡ് നിന്ന് നോക്കിയാൽ തന്നെ കാണാം. പക്ഷേ എന്നാലും ബോട്ടുമായിട്ട് വന്ന് ഈ ഇതിൻ്റെ നമ്മൾ ലാൻഡ് ചെയ്യുന്നതല്ല, നമ്മൾ പോയി ഇറങ്ങുന്ന സ്ഥലം കുറച്ച് ദൂരം മാറിയ വേണ്ടേ. പയ്യെ ഇപ്പം എല്ലാവരോടും വണ്ടിയിലോട്ട് കയറിക്കോളാൻ പറഞ്ഞു. നമ്മളവിടെ എത്താറായെന്ന് പറഞ്ഞു. അതുകൊണ്ട് വേണ്ട ആൾക്കാരെല്ലാം ഇറങ്ങി പോവാം. എല്ലാവരും പോയി വണ്ടിയിൽ കയറി റെഡി ആയിട്ടിരിക്കാൻ പോവുക. അപ്പം ഫെറി സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. കണ്ടോ, ആൾക്കാരെല്ലാം പടപടാന്ന് പോകുന്നുണ്ട്. ഇപ്പം വേണ്ട നമുക്ക് കണ്ടോ വേണ്ടത് ഡൺവിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇതാണ് ഡൺവിച്ച്. അവിടെ ഓൾറെഡി ഒരു ഫെറി കിടപ്പുണ്ട്. ഒരു 2-3 ഫെറിക്ക് ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള ഇടയുണ്ട് അവിടെ കേട്ടോ. അതിനുള്ള പ്ലാറ്റ്ഫോം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സ്റ്റാഡ്ബ്രോക്ക് ഐലൻഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ. നോർത്ത് സ്റ്റാഡ്ബ്രോക്ക് ഐലൻഡ് എന്നാണ് ഇതിൻ്റെ പേര്. സ്ട്രാഡി എന്നിവിടെ ഓസ്ട്രേലിയക്കാർ ചുരുക്കപ്പേരായിട്ട് വിളിക്കും. അതുപോലെ മിൻജറീബ എന്നുള്ള ഒരു ഇൻഡിജിനസ് പേരുകൂടി ഉണ്ട് ഈ ഐലൻഡിന്. ഇതിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോകത്തിലെ 2nd ലാർജസ്റ്റ് സാൻഡ് ഐലൻഡാണ്. അതുപോലെ ഇതിൻ്റെ ട്രഡീഷണൽ ഓണേഴ്സ് കോണ്ടമൂക്ക പീപ്പിൾ എന്ന് പറയുന്ന ഒരു ഇൻഡിജിനസ് കമ്മ്യൂണിറ്റിയാണ് ഇതിൻ്റെ ട്രഡീഷണൽ ഓണേഴ്സ്. 2021 സെൻസസ് പ്രകാരം ഇവിടെ 2026 ആൾക്കാരെ താമസിക്കുന്നുള്ളൂ മൊത്തം. ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരുന്ന, ഐ മീൻ ലോക്കൽ മെയിൻലാൻഡിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ ഒത്തിരി വരുന്ന ഒരു സ്ഥലമാണ്. മീൻ പിടിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഇത്. അത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കേട്ടോ. അതുപോലെ ഇവിടെ മെയിനായിട്ട് ഇപ്പം തന്നെ നമ്മൾ ഫെറിയിൽ നിന്ന് ഇറങ്ങി നോർത്ത് സ്റ്റാഡ്ബ്രോക്ക് ഐലൻഡിലോട്ട് നമ്മൾ പ്രവേശിച്ചു. നമ്മൾ വണ്ടി ചെയ്തേണ്ട ഇവിടുത്തെ പാർക്കിംഗ് കൂടെ ഓടിച്ച് പുറത്തോട്ട് പോവുക, റോഡിലോട്ട് പോവുക. ഇവിടുന്ന് ബസ്സുണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ മെയിനായിട്ടുള്ള 2 സ്ഥലങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. ഒന്ന് ഇത് അമിറ്റി പോയിൻറ്റും ഒന്ന് പോയിൻറ്റ് ലുക്കൗട്ടും. 2 സ്ഥലത്തോട്ട് ഇവിടെ നമ്മളിപ്പം നമുക്ക് കാറിനല്ല നമ്മൾ വന്നെങ്കിൽ പോലും നമുക്ക് ബസ് ഇവിടുന്ന് ഈ ഫെറി ടെർമിനലിൽ നമുക്ക് ബസ്സേ കയറി പോകാൻ പറ്റും. ഇതാണ്ട് ഇവിടെ വലിയ വെൽക്കം ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്.
നമുക്ക് പയ്യെ ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പയ്യെ റോഡിലോട്ട് കയറി. ഇതങ്ങനെ ഒരു തീരെ ചെറിയ ഐലൻഡൊന്നുമല്ല, കാരണം ഇവിടെ സ്കൂളും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പള്ളിയുണ്ട്, സ്കൂളുണ്ട്, ചെറിയ കടകളും കാര്യങ്ങളും ഉണ്ട്, ലിക്കർ ഷോപ്പുണ്ട്. അങ്ങനെ ബേസിക്കായിട്ട് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ കിട്ടും. അതുപോലെ സ്കൂൾ ഗ്രൗണ്ടും കാര്യങ്ങളും ഉണ്ട്, പലതരത്തിലുള്ള ഗെയിമിൻ്റെ റഗ്ബിയുടെയൊക്കെ ടീമുകളും കാര്യങ്ങളും ഉണ്ട്. ഇതൊരു തീരെ ചെറിയ ഐലൻഡ് അല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലോ. ഈ ഐലൻഡിന് 38 കിലോമീറ്റർ നീളവും 11 കിലോമീറ്റർ വീതിയും ഏകദേശം 272 സ്ക്വയർ കിലോമീറ്റർ മൊത്തത്തിൽ വിസ്തീർണവും ഉണ്ട്. എല്ലായിടത്തോടെ ഒന്നും നമുക്ക് പോകാൻ പറ്റുമല്ല. റോഡുള്ള വഴിക്കൂടി എല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ സാധാരണ കാറുമായിട്ട് നമുക്ക് പോകാം. ഇവിടെ ഒത്തിരി 4 വീൽ ഡ്രൈവ് ട്രാക്കുകളും ഒത്തിരി ക്യാമ്പിംഗ് സൈറ്റുകളും ഒത്തിരി ഹിഡൻ ബീച്ചുകളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 4 വീൽ ഡ്രൈവിന് നമ്മൾ വരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒത്തിരി സ്ഥലങ്ങളിൽ കൂടെ പോകാൻ പറ്റും. 4 വീൽ ഡ്രൈവ് അല്ലാത്തതുകൊണ്ട് നമുക്ക് മെയിൻ റോഡുമായിട്ടുള്ള റോഡിൽ കൂടിയേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ മെയിനായിട്ടുള്ള 2 പോയിൻറ്റുകൾ, ആ 2 ബീച്ചിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മൾ അമിറ്റി പോയിൻറ്റിലോട്ട് ഇപ്പം നമ്മൾ വന്നു കേട്ടോ. അമിറ്റി പോയിൻറ്റ് മെയിനായിട്ട് മീൻപിടുത്തത്തിനൊക്കെ പേര് കേട്ട ഒരു സ്ഥലമാണ്. അതുപോലെ ഇവിടെ പാർക്കിങ് കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പയ്യെ ഫുഡൊക്കെ ആയിട്ടാണ്, കാരണം ഇവിടെ ഒത്തിരി കടകളൊന്നും ഇല്ലെന്ന് നമുക്കറിയായിരുന്നു. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, നമ്മൾ വേറെ 1-2 സുഹൃത്തുക്കളൊക്കെ ആയിട്ട്. അന്നും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 4 വീൽ ഡ്രൈവിനൊന്നും അല്ല വന്നത്, നമ്മൾ സാധാരണ വണ്ടിക്കാരനാണ് വന്നത്. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ ഈ റൂട്ടിൽ കൂടെയൊക്കെ ഞങ്ങൾ പോയി. ഇന്നിപ്പോൾ എന്നാലും ഞങ്ങളിവിടെ വന്നപ്പോൾ അത്യാവശ്യം മൂടലാണ് കേട്ടോ, വലിയ വെയിലൊന്നുമില്ല. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. സ്കൂൾ ഹോളിഡേയ്സൊക്കെ ആയതുകൊണ്ട് എന്നാലും ആൾക്കാരുണ്ടെന്ന് നമുക്കറിയായിരുന്നു. അതുകൊണ്ട് ഇവിടെ കുറേ പേര് മീൻ പിടിക്കുന്നുണ്ട്. എനിക്ക് അതിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കാൻ, കൂട്ടിനായിട്ടിരിക്കാൻ കുറേ പക്ഷികളുമുണ്ട്. അപ്പോൾ തന്നെ മുകളിലാണ് പാർക്കിങ്. നമുക്ക് അവിടെ പോയിരുന്ന് വെച്ചിട്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് വെച്ച് ഫുഡൊക്കെ കഴിച്ച് പയ്യെ പരിപാടി തുടങ്ങാമെന്ന് ഓർത്തിരിക്കുന്നു. കണ്ടോ, ഇതാണ് മുകളിൽ നമുക്കിരിക്കാനുള്ള ഇടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ജോഷുവായും ചുക്കുവാണ് അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് അവരുടെ ഡോൾഫിൻ്റെ പുറത്ത് കയറിയിരിപ്പുണ്ട് 2 പേരോട്. നോക്കി, ഇതാണ് അവിടെ നിന്നുള്ള വ്യൂ കേട്ടോ. അവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്, നല്ല തണലൊക്കെ ഉണ്ട്. അതുപോലെ ഒരു നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ബെഞ്ചുകളും കാര്യങ്ങളും ഉണ്ട്, ഇരുന്ന് കാഴ്ച കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ കുറേ ഇൻഫർമേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ കടൽപ്പാലം പോലെയുണ്ട്. അതുപോലെ അവിടെ നമുക്ക് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യമുണ്ട്. കണ്ടേ, നല്ല ഇതിപ്പോൾ ഹൈറ്റൈഡ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ നല്ല വെള്ളം നല്ലപോലെ ഉണ്ട്, നല്ല തിരയുണ്ട്. ഇവിടെ ഒന്നും ഈ കല്ലുംകൂട്ടത്തിലൊന്നും ആരും ഇറങ്ങാറില്ല കേട്ടോ. അവിടെ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. നല്ല രസമുള്ള നല്ല കളറുള്ള വെള്ളം. നോക്കി, ഇതിപ്പോൾ ഇച്ചിരൂടെ വെയിലൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നല്ല രസമായിരുന്നു. അവിടെയും ഇഷ്ടംപോലെ മീൻപിടുത്തക്കാരാണ്. നോക്കി, ആ പാലത്തേലും അതിനിപ്പുറത്ത് ഇതാണ്ട് ഈ ഭാഗത്താണ് ആൾക്കാർ കുളിക്കുന്ന സ്ഥലമുള്ളത് കേട്ടോ. ഇതാണ്ട് ഇവിടെ ആ തൂണുകൾ നിൽക്കുന്ന കാണാം. അങ്ങനെ കാപ്പുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ ബീച്ചിലോട്ട് ഇറങ്ങാനും അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാനായിട്ട് ഇങ്ങനെ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ കുറേ മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, നല്ല തണലും കാര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നല്ല വെയിലാണേലും. അതുപോലെ ഒരു തെങ്ങുണ്ട്, കുറേ ബദാം മരങ്ങളാണ് അവിടെ നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്ന എല്ലാം ബദാമിൻ്റെ മരങ്ങളാണ്. അതെ, ബദാമൊന്നുമില്ല, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നില്ല, ആ ടൈപ്പ് മരങ്ങളാണ്. പിന്നെ ഇവിടെയുള്ള ലോക്കൽ ഓസ്ട്രേലിയൻ മരങ്ങളും കുറച്ചുണ്ട്. അപ്പോൾ ഞങ്ങൾ ഞാൻ ജർമ്മനിയായിട്ട് പയ്യെ പ്രാമയിൽ ഉന്തിക്കൊണ്ടിങ്ങനെ വന്നതാണ്. വലിയ വെയിലൊന്നുമില്ല, എന്നാലും ഞങ്ങൾ പയ്യെ ആ കടൽപ്പാലത്തിൻ്റെ അങ്ങോട്ടൊക്കെ ഒന്ന് പോവാം. അവിടെ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങാൻ നടത്തുന്നുണ്ട്. അവിടെ കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അവിടെ നെറ്റ് കിട്ടിയിരിക്കുന്നുണ്ടോ ഷാർക്ക് വരാതിരിക്കാൻ, കാരണം ഇവിടെ ഭയങ്കര ഷാർക്ക് ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള വെള്ളമാണ് ഇവിടെയുള്ള ഈ ഓസ്ട്രേലിയൻ ബീച്ചുകളിലെല്ലാം ഉള്ളത്. അതുകൊണ്ട് ഓസ്ട്രേലിയൻ ബീച്ചുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ബീച്ചുകളിലെല്ലാം ഷാർക്ക് നെറ്റ് ഉണ്ട്. അപ്പോൾ ഷാർക്ക് അത് കടന്നകത്തോട്ട് വരാതിരിക്കാനാണ് ഇവിടെ പ്രത്യേകിച്ച് ഒരു നെറ്റൂടെ കെട്ടിയിരിക്കുവാണ്. ഇനി ഇൻ കേസ് ആ ഷാർക്ക് നെറ്റ് പൊട്ടിച്ചൊരുത്തിനകത്ത് വന്നാലും ഷാർക്കകത്ത് വന്നാലും ഇവിടെ പിന്നെയും നെറ്റ് കിട്ടിയിരിക്കും. അപ്പം നമുക്ക് ആൾക്കാർക്ക് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു കാര്യം കേട്ടോ അത്. എൻ്റെ പിള്ളേരാണ്ട് പോയി അവിടുത്തെ പക്ഷികളെല്ലാം കൂടെ ഓടിച്ച് പറപ്പിക്കുന്നതൊക്കെ. അപ്പം ഇത് ബോട്ട് റാമ്പാണ് കേട്ടോ. ഇതിലെവിടെയാണ് ആൾക്കാർ കൊണ്ടുവന്ന് ബോട്ടിറക്കി അവർ കടലിലോട്ട് പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. പക്ഷികൾ നോക്കി എല്ലാം നല്ല കാറ്റ് പിടിച്ചിട്ടും നല്ല അനങ്ങാതെ നിൽക്കുന്നുണ്ടോ, നല്ല രസമല്ലേ അവരുടെ ആ ഒരു നിപ്പ് കാണാൻ. ഒരു ഓറഞ്ച് പിങ്ക് കളറുള്ള കാലും വെളുപ്പും ചാര നിറമുള്ള തൂവലുകളും നല്ല ചുമന്ന ചുണ്ടും ഒക്കെ ആയിട്ട് നല്ല രസമുള്ളതല്ലേ.
ഇവിടെ അതുപോലെ ഡോൾഫിനുകൾ ഇഷ്ടം പോലെയുള്ളൊരു സ്ഥലം കേട്ടോ. ഞങ്ങൾക്ക് എന്നാലും ദൈവം അനുഗ്രഹിച്ച് ഡോൾഫിനെ കാണാൻ പറ്റിയില്ല. പക്ഷെ ഡോൾഫിനെ ഫീഡ് ചെയ്തിരുന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഡോൾഫിൻ ഒരു പ്രൊട്ടക്റ്റഡ് മൃഗമായതുകൊണ്ട് നമ്മുടെ സാധാരണ ആൾക്കാർ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമൊന്നും അതിന് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ആവാസ വ്യവസ്ഥേനെയും അതിൻ്റെ ലൈഫിനെയൊക്കെ ബാധിക്കുന്നതുകൊണ്ട് ഡോൾഫിനെ ഫീഡ് ചെയ്യാൻ പാടില്ല. നിയമം വഴി തടഞ്ഞിരിക്കുന്ന ഒരു കാര്യം അത്. ഈ പാലത്തിലാണെങ്കിലും കുറേ ആൾക്കാർ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് നോക്കി. അതുപോലെ ഇത് കാണാൻ വന്നവരും കുളിക്കാൻ വന്നവരും എല്ലാം ഉണ്ട്. ഞങ്ങൾ തന്നെ ഇനി അങ്ങേ അറ്റത്തോട്ടൊന്ന് പോയി നോക്കാമെന്ന് ഇങ്ങനെ ഓർത്തിരിക്കുന്നു. അപ്പം നല്ല രസമില്ല നടന്നു പോകാനും കേട്ടോ. അവിടെ കുറച്ച് പേര് നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഇവിടെ രാത്രിയിലാണെങ്കിലും വന്ന് നിന്ന് മീൻ പിടിക്കാൻ പറ്റിയ സ്ഥലമാണ്. കാരണം ഇവിടെ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിള്ളേർ സെറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ക്യാമ്പിംഗ് സൈറ്റ്, ഒരു കാരവാൻ പാർക്കുണ്ട്. അപ്പോൾ ആൾക്കാർ ഇവിടെ വന്ന് ഒത്തിരി പേര് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ആൾക്കാരൊക്കെയാണ് തോന്നി നിൽക്കുന്നത്. പിള്ളേരെല്ലാം ഉണ്ട്. ഇവിടെയെല്ലാം ഭയങ്കര ആഴം. ഞങ്ങൾ അവിടെ ഇങ്ങനെ വന്ന വഴിക്ക് ഞാനൊരു മീൻ പിടിക്കുന്ന ഒരു പുള്ളിയോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ നല്ല ആഴമുണ്ട്, ഒരു 10-15 മീറ്ററൊക്കെ ആഴമുണ്ടെന്നാണ് പറഞ്ഞത്. സത്യമാണോ എന്ന് അറിയത്തില്ല കേട്ടോ. എന്തായാലും നല്ല ആഴം, കണ്ടാൽ നല്ല ആഴം തോന്നും കേട്ടോ. അതാണ് നമ്മൾ മുമ്പേ ഇരുന്ന് കാപ്പി പിടിച്ച സ്ഥലം. ഇതുണ്ട് ഇപ്പുറത്ത് വേണ്ട കാരവാനുകളൊക്കെ കിടക്കുന്ന സ്ഥലമാണ് ഇവിടുത്തെ ക്യാമ്പിംഗ് സൈറ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേണ്ട നമ്മുടെ പോയിൻ്റ് ലുക്കൗണ്ടിലോട്ടൊന്ന് വന്ന് കാണാമെന്ന് ഓർത്തിങ്ങി വന്നപ്പോൾ കണ്ട കാങ്കരൂസ് കേട്ടോ ഇത്. ഒരു ഐലൻഡ് ആണെങ്കിൽ പോലും ഒരു 10-15 കിലോമീറ്റർ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പെരുമഴയും കാറ്റും. അതുകൊണ്ട് ആ പോയിൻ്റ് ലുക്കൗട്ടിലെ ബീച്ച് ക്ലോസ് ചെയ്തവർ. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങ് ഇറങ്ങാൻ പറ്റിയില്ല. വന്ന ആൾക്കാരെല്ലാം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാർ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ വേണ്ട വന്ന് നിന്നപ്പോഴാണ് വേണ്ട ഈ കാങ്കരൂസിനെ കണ്ടത്. ഇത്ര നല്ല മുഴുത്തവന്മാർ ഇവിടെ സാധാരണ അങ്ങനെ കാണാറില്ല. ബ്രിസ്ബനിലൊന്നും നമുക്ക് അങ്ങനെ കാണാൻ കിട്ടാറില്ല. ഇത്രയും വലിപ്പമുള്ളവന്മാരാണ്ട് അവിടെ നിന്ന് പുല്ല് തിന്നുന്നുണ്ട്. നോക്കി എൻ്റെ പൊക്കം നോക്കിക്കുക. അതിന് മിക്കവാറും എഴുന്നേറ്റ് അതിൻ്റെ വാലിൻ്റെ നീളം നോക്കിക്കുക, അതിൻ്റെ വാലിൻ്റെ വണ്ണം നോക്കി. എന്നാ മുഴുത്തതാ. 2 കുഞ്ഞു കാലും നല്ല കൂർത്ത ചെവിയും മുഖവും ഒക്കെ ആയിട്ട്. ഇതാ പോയിൻ്റ് ഡേഞ്ചറിലെ ഒരു ബീച്ചാട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്നാലും തിരിച്ച് നമ്മുടെ അമിറ്റി പോയിന്റിലോട്ട് തന്നെ വന്നത്. അതുകൊണ്ട് ഇവിടെ വന്നത് സിനോജാണ് മീൻ പിടുത്തം തുടങ്ങി. ഇവിടെ നമുക്ക് എന്ത് മീനെ വേണമെങ്കിലും പിടിക്കാം. സൈസ് ഉണ്ടെങ്കിൽ മാത്രം എടുക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഞാനും മീൻ പിടിച്ചേക്കാമെന്ന് വെച്ചു. എനിക്കും കിട്ടി മീനെ. ഇവിടെ മീൻ ചൂണ്ട ഇടുന്ന അവിടെ ഇഷ്ടം പോലെ മീനുണ്ട് ഈ പാലത്തിൻ്റെ അടിയിൽ. ഉമ്മാരി തീറ്റ തിന്നാൻ തന്നെ വരുന്നതെന്ന് തോന്നുന്നു. ഇവിടുത്തെ ആൾക്കാർ സാധാരണ ഇവിടെ പിടിച്ചിട്ട് തിരിച്ചിടുകയുള്ളൂ. അതുകൊണ്ടാണ് തോന്നുന്നു ഇഷ്ടം പോലെ എണ്ണം ഈ പ്രോൺ തിന്നാനായിട്ട് വരുന്നത്. ഓക്കെ, ഇത് ഡയമണ്ട് ഫിഷ്. ഇതിന് 20 എണ്ണം വരെ നമുക്ക് എടുക്കാം. ഇതിന് സൈസും കാര്യങ്ങളൊന്നുമില്ല. ലിമിറ്റ് 20 എണ്ണം, ഒരാൾക്ക് 20 മീനെ എടുക്കാം. എൻ്റെ പിള്ളേരെയൊക്കെ കൊണ്ടൊന്ന് കാണിക്കാൻ വേണ്ടി വന്നത്. ഞങ്ങളൊരു ബക്കറ്റ് ഇച്ച് വെള്ളവും പിടിച്ചിട്ട് ഇതാണ്ടേ ഇവിടെ വന്നതാണ്. അതുപോലെ ഒരു ചെറിയ ടെൻറ്റും ഞങ്ങളിവിടെ കെട്ടി. അതിനകത്ത് നമ്മുടെ സാധനങ്ങളും വെച്ച് പിള്ളേർക്കൊക്കെ ഇരിക്കാൻ വേണ്ട. ഇവിടെ വേറൊരു സാറിൽ നിന്ന് ഇരിക്കുന്നതാണോ നോക്കി ഫോൺ കണ്ടുകൊണ്ടിരിക്കുക. 2 അവന്മാർ അതിനകത്തുണ്ട്. ഒരു പുള്ളി കണ്ടുപിടിക്കുന്ന ഫോൺ കണ്ട് നല്ല സന്തോഷമായിട്ടിരിക്കുക. പുള്ളിയുടെ ചെറിയ ക്യാമ്പിംഗ് ചെയറും ഉണ്ട്. പുള്ളിക്കിടെ സൈസിന് പറ്റിയത്. അതുകൊണ്ട് വേണ്ട പുള്ളി അവിടെ ഹാപ്പിയായിട്ടിരിക്കുക. കണ്ട പുറകിലെ കാരവാൻ പാർക്കാണ് കേട്ടോ അത്. അവിടെ പോയി നമ്മൾ പാർക്ക് ചെയ്യുന്നതിന് പൈസ എല്ലാം കൊടുക്കണം. ഇതാണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന കഴിഞ്ഞപ്പോൾ കുറേ ചെറുപ്പക്കാർ വന്നാൽ നോക്കി. അവരവിടെ നിന്ന് ചാട്ടമാണ്. പിള്ളേരെ കൊണ്ട് ചാടിക്കുമോ അവിടെ നിന്ന് താട്ട്. അതിൻ്റെ അടുത്തതാരാ ചാടാൻ പോകുന്നത് നോക്കി. കുഞ്ഞു പിള്ളേർ 10 വയസ്സൊക്കെ ഉള്ളവന്മാരാണ് നിന്ന് ചാടുന്നത്. ഇത്ര ആഴമുള്ള സ്ഥലത്ത്. അതിനകത്ത് ഷാർക്ക് വേണം, ഷാർക്ക് മുതല എന്നാ വേണമെങ്കിലും കാണാം. എന്നാലും പിള്ളേർക്കൊരു പേടിയില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേണ്ട ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ വെള്ളത്തിലിറങ്ങി കടലിലിറങ്ങി കുളിക്കുകയൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയാണ്. വെള്ളത്തിലിറങ്ങി നല്ല കുളിയും മീൻ പിടുത്തവും ഫുഡ് കഴിപ്പോ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മാർ പയ്യെ പിള്ളേരെല്ലാം കൂടെ ഫോണൊക്കെ ആയിട്ട് വേണ്ട വന്നിരിപ്പുണ്ട്. ഞങ്ങൾ പയ്യെ തിരിച്ചു പോകാനുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉമ്മാരാണ്ട് പിന്നെ ആ ഡോൾഫിൻ്റെ പുറത്ത് തന്നെ പോയി കയറി. ഇവർക്ക് എന്നാലും ആ ഡോൾഫിനെ ശരിക്കും ഇഷ്ടപ്പെട്ടു. ജോഷുവായിക്കും ചുക്കൂനും. അപ്പം അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് നടക്കാൻ ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ചയോട്ടോ ഇപ്പോൾ കണ്ടത്.
അത് കഴിഞ്ഞ് ഞങ്ങൾ എന്നാലും തിരിച്ചു പോകാനായിട്ട് നമ്മളെ ഡൺവിച്ചിലോട്ട് തിരിച്ചു വന്നു. ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ഫെറിയെ കയറാനായിട്ട്. നമ്മൾ തിരിച്ചു പോകുന്നത് മഞ്ചറിമ്പ എന്ന് പറയുന്ന ഫെറിയയിലാണ്. ഇത് കുറച്ചുകൂടി അതിൻ്റെ ഷേപ്പും ഒക്കെ ഡിഫറെൻ്റ് ആവട്ടോ, കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ബോർഡിംഗ് പാസ് അവർക്ക് നമ്മൾ ആദ്യം പോയി മേടിക്കും. അത് കഴിഞ്ഞ് നമ്മളത് ഇവിടെ നിൽക്കുന്ന ആൾക്ക് കൊടുക്കും, അവർ നമ്മളെ അകത്തോട്ട് കയറ്റി വിടും. ഇതുണ്ടോ ഈ ഫെറി നോക്കിയാൽ നമ്മൾ വന്ന ഫെറി പോലെയല്ല, അതിന് കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നോക്കി. എന്തായാലും ബേസിക് ആയിട്ടുള്ള ഡിസൈൻ ഒന്നും തന്നെ, എന്നാലും പിന്നെ വേറൊരു പേരാണ് ഈ ഫെറിക്ക്. സീലിങ്ങിൻ്റെ തന്നെ വേറൊരു പേരാണ്. അതുപോലെ പോകാൻ നേരത്ത് ഒത്തിരി വണ്ടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കാരണം ഞങ്ങൾ 4:15 ഫെറിക്ക് ഞങ്ങൾ പോയത്, തിരിച്ചു വന്നത്. അപ്പം ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അവിടെ നോക്കി ഇത്രയും വണ്ടികളൊക്കെ ഉള്ളൂ. ഇതും ഈ പറഞ്ഞ പോലെ 3 നിലയായിട്ടുണ്ട്. നമുക്ക് 3ാമത്തെ നിലയിലും കയറി കാഴ്ചകളൊക്കെ കാണാം. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ എന്നാലും ലോ ടൈഡായിരുന്നു, അതുകൊണ്ട് വലിയ വെള്ളമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫെറിയിലോട്ട് കയറിയപ്പോൾ കണ്ട് കാണുമല്ലോ. അതുപോലെ തന്നെ വേറൊരു ഫെറി അപ്പുറത്ത് കിടക്കുന്നു, അതൊന്നും ഇന്ന് സർവീസ് ഇല്ലെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഒരാൾ നിൽപ്പുണ്ട്, ഒരു സ്റ്റാഫുണ്ട്, വണ്ടികളൊക്കെ കൃത്യമായിട്ട് പാർക്ക് ചെയ്യിക്കാൻ. അതിൻ്റെ വെയിറ്റ് അനുസരിച്ച് ഓരോ വണ്ടിയുടെയും വെയിറ്റും ഹൈറ്റും ഒക്കെ അനുസരിച്ചാണ് എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യിക്കുന്നതെന്ന് അവർ ഇത് ചെയ്യുന്നത്. അതനുസരിച്ചാണ് നമ്മളെ ഓരോ ലൈനെ നിർത്തുന്നത്. നമ്മളിങ്ങനെ കയറാനായിട്ട് തന്നെ 4 ലൈൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ തന്നെ നമ്മൾ ഫെറി എടുത്തു. വണ്ടിക്കകത്ത് കുറച്ച് നേരം ഇരിക്കാമെന്ന് വെച്ചാൽ എല്ലാവരും പൊതുവേ പറഞ്ഞ് ഞാൻ ടയർഡാണ്, അതുകൊണ്ട് വണ്ടിക്കകത്ത് ഇരിക്കാമെന്ന് ഓർത്ത് ഇരിക്കുവാണ്. അപ്പോൾ തന്നെ ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്ത് നോക്കി. ഒരു ചെറിയ ഐലൻഡാണല്ലോ, ഐലൻഡിനകത്ത് എത്ര ടൈപ്പ് കാലാവസ്ഥയാണെന്ന് നോക്കി. ഇവിടെ നല്ല വെയിലും കാര്യങ്ങളും ഉണ്ട്, കാരണം നമ്മുടെ ബ്രിസ്ബനോട് അടുത്തുള്ള ഈ സ്ഥലത്ത് വരുമ്പം. അമിറ്റി പോയിന്റിലാണെങ്കിൽ മൂടി നിൽക്കുന്നു, അപ്പുറത്ത് പോയിന്റ് ലുക്കൗട്ടിലാണെങ്കിൽ വേണ്ട മഴയും കാറ്റും. നോക്കി എന്ത് ഒരു കാലാവസ്ഥയാണെന്ന് നോക്കി. എന്തായാലും നല്ല രസമുള്ള, നല്ല വൃത്തിയുള്ള, നല്ല വെള്ളം, നല്ല കളറ്, നല്ല കാലാവസ്ഥ, അടിപൊളി. ആൾക്കാരൊക്കെ ഇപ്പോൾ തന്നെ മുകളിലോട്ട് പോകുന്നുണ്ട്. പിള്ളേരൊക്കെ പുറകെ ഇരുന്ന് ഉറങ്ങി, കാരണം അത്യാവശ്യം വെള്ളത്തിലൊക്കെ നല്ലപോലെ കളിച്ചു, എല്ലാവരും കുളിച്ചു. അതുകൊണ്ട് വേണ്ട വെള്ളത്തിൽ കടലിലിറങ്ങി കുളിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എല്ലാവരും വേണ്ട ക്ഷീണത്തിരിക്കുന്നു. ഞാനത് എൻ്റെ മുകളിൽ കയറി നിന്നെടുത്തൊരു വീഡിയോ കേട്ടോ. ഇതാ 2ാമത്തെ നിലയിൽ നിന്ന് എടുത്ത വീഡിയോയാണ്. ഒരു നിലയും കൂടെ നമുക്ക് മുകളിലോട്ട് കയറാം. നല്ല വെയിലും ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത്യാവശ്യം നല്ല ഒരു വ്യൂ ആയിരുന്നു കേട്ടോ ഇവിടെ നിന്നുണ്ടായിരുന്നത്. ഇതിൻ്റെ പടികൾ തീരെ ചെറുതാണെന്ന് മാത്രം. ഇതാണ്ട് ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ കേട്ടോ ഇത്. നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബോട്ട് ഓടിക്കുന്ന ആളിരിക്കുന്ന ആ ഭാഗത്തോട്ട് നമുക്ക് ചെല്ലാം, അതിനകത്ത് കയറത്തില്ലെന്നുള്ളതേ ഉള്ളൂ. നോക്കി നമ്മൾ വന്ന വഴി നല്ല പതഞ്ഞ് കിടക്കുന്നത് കണ്ടോ നോക്കി, ഒരു റോഡ് പോലെ. ആൾക്കാരെല്ലാം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല പയ്യെ സൂര്യൻ അസ്തമിക്കാറായി വരും. നമ്മളിപ്പോൾ ഏകദേശം ഒരു 3:30, ഇപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞു ഇവിടുത്തെ സമയം. അപ്പോൾ ഞാൻ എൻ്റെ ക്യാബിൻ്റെ സൈഡിൽ കൂടെ എൻ്റെ മുൻവശത്തോട്ട് വന്നതാണ്. ഇതാണ് ആ ബോട്ടിൻ്റെ ഫെറിയുടെ ഏറ്റവും മുൻവശം കേട്ടോ. ഇവിടം വരെ നമുക്ക് പോകാം, അവിടെ വെയിൽ കിട്ടിയിട്ടുണ്ട്, അതിന് മുമ്പോട്ട് പോകത്തില്ലെന്ന് മാത്രം. ചെറിയ ചെറിയ ഐലൻഡുകൾ അവിടെ ഇവിടെയായിട്ടെല്ലാം നമുക്ക് കാണാം. പിന്നെ ലോ ടൈഡ് ആയതുകൊണ്ട് ഒത്തിരി ഇതുകൊണ്ട് കേട്ടോ, എന്നാ പറയുന്നത്, മണൽത്തിട്ടകളും പലയിടത്തും നമുക്ക് കാണാൻ പറ്റും. എൻ്റെ പിള്ളേരും സിനോയാണ് അവിടെ നിന്ന് എൻ്റെ ഫോണെ പണിതുകൊണ്ടിരിക്കുന്നു, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. പിള്ളേരില്ല കളിച്ചുകൊണ്ട് കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഒരു മണൽത്തിട്ട കണ്ടോ. നമ്മളങ്ങ് പോയപ്പോൾ ഇതില്ലായിരുന്നു, കാരണം അവിടെ എല്ലാം വെള്ളമായിരുന്നു. അതുകൊണ്ട് ഇപ്പം വെള്ളം ഇറങ്ങി കിടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ അങ്ങനെ ക്ലീവ്ലൻഡ് തിരിച്ചെത്തി മെയിൻലാൻഡിലോട്ട് കയറാൻ പോവുകയാണ്. ഐലൻഡൊക്കെ എന്നാലും പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം സിനോജയ്ക്ക് ആദ്യമായിട്ടാണ് ഈ സ്റ്റാർട്ട് ബ്രോക്ക് ഐലൻഡ് വരുന്നത്. നല്ല ഐലൻഡായിരുന്നു. നമുക്ക് ആ പോയിന്റ് ലുക്കൗട്ട് കാര്യമായിട്ട് പോകാനും ഒന്നും പറ്റിയില്ലെന്ന് മാത്രം. എന്തായാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിള്ളേർക്കൊക്കെയാണല്ലോ ഇഷ്ടപ്പെട്ടു. മീൻ പിടിക്കാൻ പറ്റി, വെള്ളത്തിൽ കടലിലിറങ്ങി കുളിക്കാൻ പറ്റി, അതിലെല്ലാം നടന്ന് കളിക്കാൻ പറ്റി, പുതിയൊരു സ്ഥലം കാണാൻ പറ്റി. ഇപ്പോൾ വേണ്ട നമ്മുടെ വണ്ടി മെയിൻ ലാൻഡിലോട്ട് ഇറക്കുക. അവിടെ വന്നൊരു സ്റ്റാഫ് തന്നെ ഇങ്ങനെ ഓരോ വണ്ടികളും പയ്യെ ഇറക്കി വിടുന്നുണ്ട്. എൻ്റെ പുള്ളി ഇച്ചിരി പ്രായമായൊരു അപ്പച്ചനാണ് കേട്ടോ. പുള്ളിക്ക് സ്പീഡ് അങ്ങ് എടുത്ത് പോകുന്നു, അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നൊന്നുമില്ല. കണ്ട സ്പീഡ് താത്താൻ പറഞ്ഞിട്ട് ആ ഓടിക്കാരനാണെങ്കിൽ സ്പീഡിൽ പോവുക, പുള്ളിക്ക് അങ്ങ് പിടിച്ചില്ല. എന്നാലും ഞങ്ങൾ വേണ്ട പയ്യെ നമ്മുടെ മെയിൻ ലാൻഡിലോട്ട് കയറുകയാണ്. നല്ലൊരു ഇതായിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സീലിംഗ് ഫെറി ആണല്ലോ, എല്ലാം ഓൺ ടൈമാണ്, ഒന്നും വേറെ ഡിലേയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ
എന്നാ പറയുക, നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള കുറച്ച് ഫുഡൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് കൃത്യമായിട്ട് യാത്രകൾ എൻജോയ് ചെയ്യാൻ പറ്റി.